കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് എൻ്റെ സ്കൂളിൽ ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഒരുപാട് പിള്ളേരൊന്നും എന്തായാലും ഉണ്ടാവില്ല, കുറച്ച് പേരേ ഉള്ളൂ. എന്തായാലും വന്ന ആൾക്കാർ ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ 2 പേരുണ്ട്. അവരെ ഒന്ന് വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ എൻ്റെ നാട് കാണാൻ നല്ല ഭംഗിയാണ്, നിറയെ പച്ചപ്പൊക്കെ ആയിട്ടുള്ളൊരു നാടാണ് എൻ്റേത് കേട്ടോ. അപ്പോൾ സ്കൂളെത്തി. അപ്പോൾ നമ്മുടെ വാളൂർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് കേട്ടോ. കൂടെ പഠിച്ചിട്ടുള്ള കുറേ പേരൊന്നും നാട്ടിലില്ല, എല്ലാവരും പുറത്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അംഗസംഖ്യ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ. എന്നാലും ഉള്ളത് ഓണം പോലെ എന്ന് പറയുന്നു, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാവരും ഒന്ന് കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷമായിട്ട് തന്നെ പിരിഞ്ഞു കേട്ടോ. ആദ്യത്തെ മീറ്റപ്പിന് മാത്രം ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഓരോ സാഹചര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാർ നമ്മൾ ഓരോരുത്തരും വിളിച്ചിട്ട് നമ്മളോട് വരാൻ പറയുമ്പോൾ നമ്മൾ അതിന് കുറച്ചെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ. കാരണം അവർക്കും അവരുടെ ലൈഫിൻ്റെ ഇടയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്താണ്. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും വാല്യൂ കൊടുക്കണം. അതുപോലെ ഇങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ മാക്സിമം നമ്മൾ പോകാൻ ശ്രമിക്കുക. അത്രയും അർജൻറ്റ് കേസുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കുക. കാരണം നമ്മുടെ കുട്ടിക്കാലം അത് നമുക്ക് കുറച്ച് നേരത്തെങ്കിലും തിരിച്ച് കിട്ടുന്ന ഒരു ഫീലായിരിക്കും നമ്മുടെ കൂടെ പഠിച്ച എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ആദ്യത്തെ മീറ്റപ്പിന് മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ നമുക്ക് പോകാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഒരു ചെറിയ പെട്ടി ഇട്ടിട്ടുണ്ട്, പണ്ടത്തെ കല്യാണത്തിനൊക്കെ കിട്ടണ പോലത്തെ ഒരു പെട്ടി. അപ്പോൾ അത് വളരെ രസമുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ സഹിക്കണ നമ്മുടെ കൂട്ടുകാരാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഈ പാട്ടും സഹിച്ചിരിക്കുന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടിയത്. അപ്പോൾ അങ്ങനെ ആ പാട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ഭയങ്കര ചർച്ചയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കരമായ ചർച്ചകളൊക്കെ അവിടെ നടന്നിരുന്നു. തുടർന്നുകൊണ്ട് പോകണം, ആർക്കായാലും അത് പിന്നീടും അത് നമ്മൾ തുടർന്നുകൊണ്ട് പോകാൻ നമ്മൾ ഇതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പഠിച്ച ക്ലാസ് റൂം. ഞങ്ങൾ 10th പഠിച്ചിരുന്ന ക്ലാസ് റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ക്ലാസ് റൂമിലൊക്കെ ഒന്ന് ചെന്ന് ഇരിക്കുകയാണ്, പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇങ്ങനെ ഇരുന്നു, വട്ടമിട്ടിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അന്നത്തെ ദിവസം ഞങ്ങൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പിള്ളേർ അലമ്പുണ്ടാക്കിയപ്പോൾ എനിക്ക് തിരിച്ച് പോരേണ്ടി വന്നു. അങ്ങനെ ഞാൻ പോയിട്ടോ. അപ്പോൾ ഇനിയുള്ള മീറ്റപ്പ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ചർച്ചകളൊക്കെ അവിടെ നടന്നിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റണേ എന്നും അതുപോലെ ഇനിയും ഇതുപോലെ സന്തോഷമായിട്ട് എല്ലാവരെയും കാണാൻ പറ്റട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 10th മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.